ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയാം. അതുപോലെ തന്നെ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുക്കാം. 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും, പച്ചമുളക് എരിവനുസരിച്ച് മാറ്റം വരുത്താം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിൽ ഒരു സവാള അരിഞ്ഞതും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് വഴറ്റിയെടുക്കാം. ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും ഇതിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ബീട്രൂട്ടിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ്, ബീൻസ് എല്ലാം ചേർക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ചൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ 2 മുട്ടയുടെ വെള്ളയും 1 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കട്ട്ലേറ്റ്സ് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ പരത്തി മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിലും ഇട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ്സ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കട്ട്ലേറ്റ് റെഡി ആയിട്ട് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.